ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, നിങ്ങൾക്ക് ഏവർക്കും പ്രഭാത വചനത്തിലേക്ക് എൻ്റെ സ്വാഗതം. ഇന്നത്തെ ചിന്താവിഷയം എന്നത് വഴിതെറ്റിൽ നിന്നുള്ള തിരിച്ചുവരവ്. വഴിതെറ്റിൽ നിന്നുള്ള തിരിച്ചു വരവ്. ഇപ്പോൾ നാം ജീവിക്കുന്ന പശ്ചാത്തലം നോക്കുമ്പോൾ മതാചാരങ്ങളിൽ നിന്നും സാമൂഹിക സഹകരണങ്ങളിൽ നിന്നും നാം ദൂരെയായിരിക്കുകയാണ്. നമ്മുടെ ജീവിത രീതികളിൽ വന്ന മാറ്റങ്ങളാണ് എന്ന് തന്നെ നമുക്ക് പറയാം. നമ്മുടെ പിതാക്കന്മാർ നമ്മെ പഠിപ്പിച്ചതായ വഴികളിൽ നിന്നും നാം അകന്നിട്ട് ഈ ലോക ജീവിത സുഖങ്ങൾക്കായി നാം സമയം ചെലവഴിക്കുകയാണ്. ദൈവത്തെ മറന്ന് അവൻ തന്നതായ കൃപാവരങ്ങളെ മറന്നു അവൻ ചൊരിഞ്ഞതായ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാതെ ജീവിക്കുന്ന കാലഘട്ടത്തിലാണ് നാം ഇപ്പോൾ കഴിയുന്നത്. അപ്പോൾ ദൈവം നമ്മോട് ചോദിക്കുന്നു, കാരണം നമ്മൾ മത്സരബുദ്ധി ഉള്ളവർ ആണ്. അനുഗ്രഹപ്രദമായി നടന്നുകൊണ്ടിരുന്ന ആചാരങ്ങളും പെരുന്നാളുകളും ആഘോഷങ്ങളാക്കി നമ്മൾ മാറ്റി. വീടുകളിൽ പ്രാർത്ഥനയില്ലാതെയായി ദൈവം നമ്മോട് കോപിച്ചു എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അവൻ നമ്മുടെ പ്രവൃത്തികളെ വെറുക്കുന്നു. നാം ദൈവത്തിന് വെറുപ്പുള്ള എല്ലാ കാര്യങ്ങളും ഉപേക്ഷിച്ചില്ല എങ്കിൽ നാം വലിയ ആപത്തുകൾക്ക് കാരണക്കാരായിത്തീരും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതിനായി ഏതാനും തിരുവചനങ്ങൾ നമുക്ക് നോക്കാം. മഹത്വമുള്ളവനായ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 13 മുതൽ 17 വരെയുള്ള ഭാഗം പറയുന്നത് എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ഇവിടെ സോദോം ഗൊമോറ ജനങ്ങളോട് യഹോവ പറയുന്ന ഭാഗമാണ് നാം കേൾക്കുന്നത്. ഇനി നിങ്ങൾ വ്യർത്ഥമായ കാഴ്ചകൾ കൊണ്ടുവരരുത്. ധൂപം എനിക്ക് വെറുപ്പാകുന്നു. അമാവാസ്യയും ശാബത്തും സഭായോഗം കൂടുന്നതും നീതികേടും ഉത്സവയോഗവും എനിക്ക് സഹിച്ചുകൂടാ. നിങ്ങളുടെ അമാവാസ്യകളെയും ഉത്സവങ്ങളെയും ഞാൻ വെറുക്കുന്നു. അവ എനിക്ക് അസഹ്യം. ഞാൻ അവ സഹിച്ച് മുഷിഞ്ഞിരിക്കുന്നു. നിങ്ങൾ കൈമലർത്തുമ്പോൾ ഞാൻ എൻ്റെ കണ്ണ് മറച്ചു കളയും. നിങ്ങൾ എത്ര തന്നെ പ്രാർത്ഥന കഴിച്ചാലും ഞാൻ കേൾക്കുകയില്ല. നിങ്ങളുടെ കൈ രക്തം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. നിങ്ങളെ കഴുകി വെടിപ്പാക്കുവീൻ. നിങ്ങളുടെ പ്രവൃത്തികളുടെ ദോഷത്തെ എൻ്റെ കൺമുമ്പിൽ നിന്ന് നീക്കിക്കളവീൻ. തിന്മ ചെയ്യുന്നത് മതിയാക്കുവീൻ. 17-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു: നന്മ ചെയ്യുവാൻ പഠിപ്പീൻ, ന്യായം അന്വേഷിപ്പീൻ, പീഡിപ്പിക്കുന്നവനെ നേർവഴിക്കാക്കുവീൻ, അനാഥന് ന്യായം നടത്തിക്കൊടുപ്പീൻ, വിധവയ്ക്ക് വേണ്ടി വ്യാപാരിപ്പീൻ. ഇവിടെ 16-ഉം 17-ഉം വാക്യങ്ങൾ വളരെ ശ്രദ്ധേയമാണ്. ഇതൊക്കെയും നമ്മിൽ നിന്ന് നീങ്ങിപ്പോയിരിക്കുന്നു. നമുക്ക് നമ്മെ തന്നെ ഒന്ന് തിരുത്താൻ ശ്രമിക്കാം. തിരുത്തുന്നില്ല എങ്കിൽ നാം ഓരോരുത്തരും വലിയ ആപത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആമോസിൻ്റെ പുസ്തകം 5-ാം അധ്യായം 21 മുതൽ 23 വരെയുള്ള ഭാഗം നാം നോക്കുമ്പോൾ അവിടെ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: നിങ്ങളുടെ ഉത്സവങ്ങളെ ഞാൻ ദേഷിച്ച് നിരസിക്കുന്നു. നിങ്ങളുടെ സഭായോഗങ്ങളിൽ എനിക്ക് പ്രസാദമില്ല. നിങ്ങൾ എനിക്ക് ഹോമയാഗങ്ങളും ഭോജനയാഗങ്ങളും അർപ്പിച്ചാലും ഞാൻ പ്രസാദിക്കുകയില്ല. തടിച്ച മൃഗങ്ങൾ കൊണ്ട് നിങ്ങളുടെ സമാധാനയാഗങ്ങളെ ഞാൻ കടാക്ഷിക്കുകയില്ല. നിന്റെ പാട്ടുകളുടെ സ്വരം എൻ്റെ മുമ്പിൽ നിന്ന് നീക്കുക. നിന്റെ വീണനാദം ഞാൻ കേൾക്കുകയില്ല എന്ന് പറയുന്നു. ഹോശേയ പ്രവചനം 4-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള ഭാഗം നാം നോക്കുമ്പോൾ അതിൽ പ്രകാരം പറയുന്നു: ഇസ്രായേൽ മക്കളെ, യഹോവയുടെ വചനം കേൾപ്പീൻ. യഹോവയ്ക്ക് ദേശ നിവാസികളോട് ഒരു വ്യവഹാരമുണ്ട്. ദേശത്തെ സത്യം ഇല്ല, ദയയില്ല, ദൈവപരിജ്ഞാനവുമില്ല. അവർ ആണയിടുന്നു, ഫോഷ്ക് പറയുന്നു, കൊല ചെയ്യുന്നു, മോഷ്ടിക്കുന്നു, വ്യഭിചരിക്കുന്നു, വീട് മുറിക്കുന്നു, രക്തപാതകം കൂട്ടുന്നു. അതുകൊണ്ട് ദേശം ദുഃഖിക്കുന്നു. അതിലെ സകല നിവാസികളും വയലിലെ മൃഗങ്ങളും ആകാശത്തിലെ പറവുകളും ക്ഷീണിച്ചു പോകുന്നു. സമുദ്രത്തിലെ മത്സ്യങ്ങളും ഇല്ലാതെയാകുന്നു എന്ന് നമുക്ക് മനസ്സിലാകും. ഹോശേയയുടെ പുസ്തകം 6-ാം അധ്യായം 6-ഉം 7-ഉം വാക്യങ്ങൾ നോക്കുമ്പോൾ അതിൽ പ്രകാരം പറയുന്നു: യാഗത്തിലല്ല, ദയയിലും ഹോമയാഗങ്ങളെക്കാൾ ദൈവപരിജ്ഞാനത്തിലും ഞാൻ പ്രസാദിക്കുന്നു. എന്നാൽ അവർ ആദാം എന്ന പോലെ നിയമത്തെ ലംഘിച്ചും അവിടെ അവർ എന്നോട് വിശ്വാസപാതകം ചെയ്തിരിക്കുന്നു എന്ന് എടുത്ത് പറഞ്ഞിരിക്കുന്നു.
മീഖായുടെ പുസ്തകം 3-ാം അധ്യായം 9 മുതൽ 11 വരെയുള്ള ഭാഗം വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: ന്യായം വെറുക്കുകയും ചുവള്ളതൊക്കെയും വളച്ചു കളയുകയും ചെയ്യുന്ന യാക്കോബ് ഗൃഹത്തിന്റെ തലവന്മാരും ഇസ്രായേൽ ഗൃഹത്തിന്റെ അധിപന്മാരുമായുള്ളവരെ ഇത് കേൾപ്പീൻ. അവർ സിയോനെ രക്തപാതകം കൊണ്ടും യെരൂശലേമിനെ ദ്രോഹം കൊണ്ടും പണിയുന്നു. അതിലെ തലവന്മാർ സമ്മാനം വാങ്ങി ന്യായം വിധിക്കുന്നു. അതിലെ പുരോഹിതന്മാർ കൂലി വാങ്ങി ഉപദേശിക്കുന്നു. അതിലെ പ്രവാചകന്മാർ പണം വാങ്ങി ലക്ഷണം പറയുന്നു. എന്നിട്ടും അവർ യഹോവയെ ചാരി, യഹോവ നമ്മുടെ ഇടയിലില്ലയോ, അനർത്ഥം നമുക്ക് വരികയില്ല എന്ന് പറയുന്നതായി നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കും. ഇതിൽ നിന്നൊക്കെയും തിരിഞ്ഞ് നാം നമ്മെ തന്നെ ശോധന ചെയ്ത് തിരുത്തേണ്ട സമയം ആയിക്കഴിഞ്ഞിരിക്കുന്നു. അതിനായി നാം ആവർത്തന പുസ്തകം 6:5 നോക്കുമ്പോൾ അതിൽ പ്രകാരം പറയുന്നു: നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ പുതിയ തലമുറയുടെ ദൈവവിശ്വാസം എങ്ങനെ സംരക്ഷിച്ച് നിലനിർത്തുവാൻ സാധിക്കുമെന്നത് ഒരു ചോദ്യചിഹ്നമായി തീർന്നിരിക്കുന്ന ഈ കാലത്ത് നാം നമ്മുടെ സഭയുടെ ചട്ടക്കൂട്ടിൽ നിന്നുകൊണ്ട് ദൈവത്തെ ആരാധിച്ചാൽ ഈ മഹാമാരി നമ്മിൽ നിന്ന് നീങ്ങിപ്പോകും. അതായത് നമ്മുടെ മനസ്സിൽ നമ്മുടെ മനസ്സിലേക്ക് കയറിയിരിക്കുന്നതായ ഈ ഒരു വിദ്വേഷം, ഈ ഒരു സ്വയചിന്ത, ഞാനാണ് എല്ലാത്തിൽ നിന്നും മിടുക്കൻ, എൻ്റെ കഴിവുകൊണ്ടാണ് ഇതൊക്കെയും ഉണ്ടാക്കിയെടുത്തെന്നുള്ള ആ ഒരു വിചാരം മാറ്റിയെടുത്തിട്ട് എൻ്റെ ദൈവമായ കർത്താവിനെ കൊണ്ടല്ലാതെ എനിക്ക് വേറെ ആരും എനിക്ക് അഭയം പ്രാപിക്കാൻ മറ്റാരുമില്ല, അവൻ തന്നിട്ടുള്ളതായ കൃപാവരങ്ങളല്ലാതെ എനിക്ക് വേറെ ഒന്നുമില്ല എന്ന് കൃത്യമായി മനസ്സിലാക്കി അതിന് വേണ്ടിയിട്ട് നന്ദി പറയുകയും നമുക്ക് നമ്മുടെ യഥാർത്ഥ നല്ല ആവശ്യങ്ങളെ അവൻ്റെ മുമ്പിൽ സമർപ്പിക്കുകയും ചെയ്ത് ഒരു ഭവനത്തിൽ 2 നേരം പ്രാർത്ഥിക്കുന്ന ഒരു ഭവനമാക്കി മാറ്റിയെടുത്തുവെങ്കിൽ മാത്രമേ നമുക്ക് അനുഗ്രഹമുണ്ടാകത്തുള്ളൂ. അത് പൂർണ്ണ മനസ്സോടെ ആയിരിക്കണം എന്ന് മാത്രം. നമ്മൾ ദൈവത്തിൻ്റെ മന്ദിരമാകുന്നു. അതിനെ അശുദ്ധമാക്കാതെ ദൈവത്തിൽ ശരണപ്പെട്ട് കുടുംബസമേതം 2 നേരമെങ്കിലും പ്രാർത്ഥിച്ചാൽ ബാക്കിയുള്ള ജീവിതം അനുഗ്രഹപ്രദമായിരിക്കും എന്ന് മാത്രം ഈ അവസരത്തിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.